ഹാഷ്മി തീർച്ചയായും അല്പശക്തി കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു മിഷനിലെ വെള്ളം തീർന്നിട്ടുണ്ട്, ഇതിലെ വെള്ളം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തേതും തീർന്നുവെന്ന് തോന്നുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ജലപീരങ്കി പ്രയോഗിച്ചാണ്. തീർന്നിട്ടില്ല, വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു 5-6 പ്രവർത്തകർ അതിൻ്റെ ഈ ബാരിക്കേഡിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അവരെ മാറ്റുന്നതിന് വേണ്ടിയാണ് അത്ര ശക്തമായിട്ടുള്ള ഒരു ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. എന്തായാലും പ്രവർത്തകർ അധികം ദൂരോട്ടൊന്നും പോയിട്ടില്ല. ഈ വെള്ളം തീർന്നാൽ ഒരുപക്ഷെ വീണ്ടും തിരിച്ച് ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അത്രത്തോളം വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കാരണം, വ്യക്തമായ ഒരു കാരണം. സാധാരണ നമ്മൾ രാഷ്ട്രീയ സമരങ്ങൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ സമൂഹം അത്ര ശക്തി കഴിച്ചിട്ടും പ്രവർത്തകരെ കാര്യമായി ബാധിക്കുന്നില്ലെന്ന് തോന്നുന്നു ജലപീരങ്കി. ടോബി. അതെ, ഹാഷ്മി, തീർച്ചയായിട്ടും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അവർ ഒരു തരത്തിലും പുറകിലോട്ട്, ഇപ്പം നമുക്ക് കാണാം, കമ്പ് കൊണ്ടൊക്കെ ബാരിക്കേഡിൽ അടിക്കുകയാണ് പ്രവർത്തകർ. പുറകിലോട്ട് പോയ പ്രവർത്തകർ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നു. ജലപീരങ്കിക്ക് നേരെ ഒരു കമ്പ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജലപീരങ്കി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവർ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി വനിതകളടക്കമുള്ളവരുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. അവരെല്ലാം അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, അതോടൊപ്പം തന്നെ ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുകയാണ്. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡിലുള്ള പോലീസിൻ്റെ ഇതൊക്കെ എടുത്തെറിയുക, പോലീസിൽ എഴുതിയ ബോർഡൊക്കെ എടുത്ത് ദൂരോട്ടൊരു പ്രവർത്തകൻ എഴുതുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. പോലീസ് ലാത്തി വീശുന്നതിലോട്ടൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതിനുള്ള കാരണം ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും പോലീസ് നിലവിൽ സംയമനം പാലിക്കുകയാണ്. ജലപീരങ്കി മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ലാത്തിച്ചാർജിലേക്കോ പ്രവർത്തകരെ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പോലീസിന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായ രീതി, അല്ലെങ്കിൽ ഒരു അല്പം ആവേശം കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ജില്ലയിലെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഊന്നി പറയുന്നത്, ഇന്നലെ നമ്മൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് കേട്ടതാണ്. SFI പ്രവർത്തകരാണ്. രാഹുലിനെ പോലെയുള്ളവർ SFIയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. മറ്റ് പ്രതികൾക്കും SFIയുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനോ തെളിവെടുപ്പ് നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പാളെയോ വാർഡനെയോ ആരെയും തന്നെ പ്രതി ചേർക്കാനോ അവരെ കൂടുതൽ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കിയിലെ വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് പ്രവർത്തകർ നീങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ലാത്തിച്ചാർജിലേക്ക് അടക്കം പോയേക്കും. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാഷ്മി, പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പലയാവർത്തി അതിശക്തമായ ജലപീരങ്കി പ്രയോഗമുണ്ടായി. സാധാരണഗതിയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിരുന്നു ഇക്കുറിയോട് അവിടെയുള്ള ജലപീരങ്കി പ്രയോഗം. ജലപീരങ്കിയിലെ വെള്ളം തുടർച്ചയായ ഉപയോഗത്തിൽ തീർന്നതാണോ അതോ അല്പസമയം വിശ്രമം കൊടുത്ത് അടിക്കാൻ വേണ്ടി ബാക്കി വെച്ചേക്കാണോ വെള്ളമെന്ന് അറിയില്ല. എന്തായാലും അവിടെ ആ പ്രവർത്തകരെ ഒന്നും ബാധിച്ചിട്ടില്ല. പ്രവർത്തകരുടെ സമരവീരത്തെ ആ ജലപീരങ്കിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരവിടെ കുത്തിയിരുന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ മുദ്രാവാക്യം വിളിയൊക്കെ ഉണ്ട്. ആ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. അതിന് കാരണം അത്രത്തോളം ക്രൂരമായ, അത്രത്തോളം നിഷ്ഠൂരമായ ദൃശ്യങ്ങൾ കണ്ട് കേരളം മരവിച്ചതാണ്. ഇനി അത്തരമൊരു ദൃശ്യം കേരളത്തിൽ എവിടെയും ആവർത്തിക്കരുതെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത പൊതുസമൂഹത്തിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും സർക്കാരിനും ഒക്കെ ഉണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. ആ അർത്ഥത്തിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ചില പ്രതിഷേധങ്ങൾ എപ്പോഴും നല്ലതാണ്. ആ അർത്ഥത്തിൽ അതിനെ അങ്ങനെ തന്നെ കാണണമെന്ന് തോന്നുന്നു. കാര്യം അത്രമാത്രം 4-5 പേർ ചേർന്ന് ഒരു വിദ്യാർത്ഥി ശരീരത്തിൽ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ നമ്മൾ കണ്ടതാണ്. കോളേജിനകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ബാരിക്കേഡ് വെച്ച് ഇവിടെ മുന്നിൽ തടഞ്ഞപ്പോൾ ഏതോ വഴി കൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കടന്നു തോന്നുന്നു. ടോബി ഉണ്ട് കൂടെ. ടോബി, പ്രവർത്തകർ അകത്ത് കടന്നതാണോ? പ്രവർത്തകർ മറ്റൊരു വഴി കൂടി അകത്തേക്ക് കടന്നതാണ്. അവരിപ്പോൾ കോളേജിന് നേരെ, അതായത് ബാരിക്കേഡിന് വരുന്നതിന് മറ്റൊരു വഴി കൂടി കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. മുൻ യൂത്ത്
യൂത്ത് ഫ്രണ്ടിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ മറ്റൊരു വഴി കൂടി അകത്തേക്ക് കയറി കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഒരു വശത്ത് പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞപ്പോൾ മറ്റൊരു വഴിയിൽ കൂടി കുറച്ച് പ്രവർത്തകർ അകത്തേക്ക് കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.